കർത്താവിൻ്റെ മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ ദൈവവിശ്വസ്തതയെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് മഹത്വം കരയറ്റാം. നമ്മുടെ ദൈവം സ്തുതികൾക്കും ആരാധനയ്ക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനാണ്. മരണത്തെ ജയിച്ചവനാണ്, അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. അവിടുത്തെ മുൻപാകെ ഈ പകലിലും നമുക്കൊന്ന് ഏൽപ്പിക്കാം. ആ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, വനങ്ങളുടെ തോലുരിക്കുന്നു, മരുവിനെ നടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും അതിശയമായി മുഴക്കുന്ന ശബ്ദം എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിനു വേണ്ടിയും മുഴക്കണമേ ദൈവമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി ദൈവം മുഴക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വെളിപ്പെട്ടു വരും. അവിടുത്തെ ആത്മാവിനാൽ നയിക്കപ്പെടാൻ ദൈവം നമ്മളെ സഹായിക്കും. ഈ പകലിലും കർത്താവേ, അങ്ങയുടെ ശബ്ദം അതിശയമായി മുഴങ്ങുന്നത് എൻ്റെ വിഷയത്തിനു വേണ്ടി ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ ചില പ്രവർത്തികൾ ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയുന്ന, വേദനകൾ അറിയുന്ന, സങ്കടമറിയുന്ന, തകർച്ച അറിയുന്ന, സങ്കടദേശത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സങ്കടം അറിയുക മാത്രമല്ല യോസഫേ, ആ സങ്കടദേശത്ത് എനിക്ക് നിന്നെ ഒന്ന് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നീ എവിടെ സങ്കടപ്പെട്ടോ, എവിടെ തകർക്കപ്പെട്ടോ, അതേ ദേശത്ത്, അതേ ഇടത്ത് യോസഫിനെ മാനിച്ച ദൈവം ഇന്ന് പകലിലും നമ്മളെ മാനിക്കും എന്നുള്ളൊരു സംശയമില്ല. നമ്മുടെ ഏത് വിഷയമാണെങ്കിലും ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ഇരമ്യാവിനോടും മോശയോടും ഒക്കെ ദൈവത പറഞ്ഞത്. നമ്മൾ അസാധ്യമെന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് എനിക്ക് സകലവും സാധ്യമെന്ന് പറഞ്ഞ് ഞാനാകുന്നവൻ, ഞാനാകുന്നു, ഞാൻ അധികാരമുള്ളവൻ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവ എന്നരുളി ചെയ്തവൻ ഇന്ന് പകലിലും നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവമുൻപാകെ നമ്മളെ സമർപ്പിക്കാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ കരം ഇന്ന് പകലിലും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ഈ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം കർത്താവേ എനിക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ആ നീട്ടിയ ഭുജം നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ മണിക്കൂറുകൾ വേണ്ട, സെക്കൻഡുകൾക്കുള്ളിൽ ആ ഭുജം നമുക്ക് വേണ്ടി ഉടനെ അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവിപ്പിക്കുന്ന ദൈവപ്രവൃത്തിക്കായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. കർത്താവേ, ആ ഭുജം ഞങ്ങൾക്ക് വേണ്ടിയും ഈ പ്രഭാതത്തിൽ എവിടെ വെളിപ്പെടണമോ അതൊന്ന് വെളിപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്നാരും പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്. ആ ഭുജം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുക, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടുക. വിശ്വസിക്കുന്നവർ ആമേൻ പറയാൻ തയ്യാറാകൂ. ദൈവത്തിൻ്റെ അളവറ്റ കൃപ, ആ ശക്തി, സാന്നിധ്യം രുചിച്ചറിഞ്ഞവർ ഒരു കാലഘട്ടത്തിലും പരാജയപ്പെടാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. സകല പരാജയങ്ങളെ നീക്കുന്ന, സകല ഭയങ്ങളെ മാറ്റുന്ന, വ്യാകുലതകളെ എടുത്തു കളയുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഇന്നും പകലിലും നമ്മുടെ മധ്യേ വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7-36 അവൻ മിസ്രയീമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. മോശയെപ്പറ്റി പരിശുദ്ധാത്മാവ് പറയുന്ന പ്രസ്താവനയാണ് നാം വായിച്ചു കേട്ടത്.
അതിൻ്റെ മുമ്പിലൊരു ചോദ്യമുണ്ട്. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയത് ആർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞു. ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. നോക്കൂ, അകത്തു നിന്ന് തന്നെ വന്ന ചോദ്യമാണ് ഇത്, പുറത്തുനിന്നുള്ള ചോദ്യമല്ല. നിന്നെ അധികാരിയാക്കിയതാര്, ന്യായകർത്താവാക്കി മാറ്റിയതാര് എന്ന് പറഞ്ഞപ്പോൾ ദൈവം ആ ചോദ്യത്തെ അങ്ങ് ഉത്തരമാക്കുകയാണ്. പ്രിയരെ, നമുക്ക് എതിർപ്പുകൾ എപ്പോഴും പുറത്തു നിന്നല്ല വരുന്നത്, കൂടുതലും അകത്ത് നിന്നാണ്, കുടുംബത്തിൽ നിന്നാണ്, ചർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ്. യേശുവിനും അത് തന്നെയാണല്ലോ സംഭവിച്ചത്. ഇവിടെ നോക്കൂ, ചോദ്യം ചെയ്ത മോശയെ, തള്ളിക്കളഞ്ഞ മോശയെ, നിന്നെ ആരാണ് ഞങ്ങൾക്ക് നേതാവാക്കിയത് എന്ന് പറഞ്ഞ മോശയെ ദൈവം അനേക ലക്ഷം ഇസ്രയേലിന് നേതാവാക്കി ന്യായകർത്താവാക്കി മാറ്റി കേട്ടോ. മാത്രമല്ല, അതിനുശേഷമുള്ള 40 വർഷം നോക്കണമേ, മോശയിലൂടെ മിസ്രയീമിലും ചെങ്കടലിലും മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവരാൻ ദൈവത്തിന് പ്രസാദമായി തോന്നി. മനുഷ്യൻ മാറ്റി നിർത്തിയതിനെ, തള്ളിക്കളഞ്ഞതിനെ, പുച്ഛിച്ചതിനെ 40 വർഷം തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ, അടയാളങ്ങൾ ചെയ്യാൻ, മരുഭൂ പ്രയാണത്തിലൂടെ നടത്തേണ്ടതുപോലെ നടത്താൻ ദൈവം മോശയെ ഉപയോഗിച്ചെന്ന് തിരുവെഴുത്ത് പറയുന്നു. ജനം ദൈവത്തിലും മോശയിലും വിശ്വസിച്ചു. കാരണം മോശ ദൈവത്തിൻ്റെ പുരുഷനാണെന്നും മോശ ദൈവത്തിൻ്റെ പ്രവാചകനാണെന്നും മോശയെ തിരഞ്ഞെടുത്തത് ദൈവമാണെന്നും മോശയെ അധികാരിയാക്കിയത് ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ഭുജമാണെന്നും ദേശത്ത് ദൈവത്തിനൊന്ന് വെളിപ്പെടുത്തേണ്ടതുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ആരാധനയും നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തെയും നിങ്ങളുടെ ആത്മീയതയും ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതികരിക്കേണ്ട. ഇപ്പുറത്ത് ആ ചോദ്യത്തെ ദൈവം നീതിയായി കണക്കിട്ടുകൊണ്ട് ആ ചോദ്യത്തിന് ദൈവം തന്നെ ഉത്തരം തരും. മിണ്ടാതിരുന്ന് നിങ്ങൾ ജീവനുള്ള ദൈവം ആരാന്നറിയാൻ ഈ സമയങ്ങൾ കാതോർക്കുക. ദൈവം നമുക്ക് വേണ്ടി ചില ഉത്തരങ്ങൾ നൽകാൻ പോകുകയാണ്. ചിലർക്ക് നമ്മൾ മറുപടി പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആകില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ മറുപടി ദൈവം റൈറ്റ് ടൈം ആയപ്പോൾ നോക്കൂ, 1 or 2 പേരായിരിക്കാം ആ സമയത്ത് മോശയെ ചോദ്യം ചെയ്ത്. പക്ഷേ മോശയെ അനുസരിച്ചത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. മോശെ ആരാന്ന് ദൈവം മരുഭൂമിയിൽ വെളിപ്പെടുത്തി, ഫറവോന്റെ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ മിസ്രയീമിൽ വെളിപ്പെടുത്തി, ചെങ്കടൽ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. നിനക്ക് കഴിവില്ലെന്ന് പറയുമ്പോൾ, നിന്റെ മേൽ യഹോവയുടെ മഹത്വമുള്ള ഭുജം വരുമ്പോൾ നീ ആരാണെന്ന് ദേശത്ത് ദൈവം, ചർച്ചക്കാരുടെ നടുവിൽ ദൈവം, കുടുംബക്കാരുടെ നടുവിൽ ദൈവം ഒരടയാളം നിന്നെ മാറ്റുമെന്നുള്ളതിന് സംശയമില്ല. അടുത്ത ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രയേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ കേട്ടോ. ദൈവം പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന്, പുറത്തുനിന്നല്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് എനിക്ക് ഒത്തിരി ആൾക്കാരെ സെലക്ട് ചെയ്യാം. പക്ഷേ ദൈവത്തിൻ്റെ സെലക്ഷൻ നമ്മുടെ സെലക്ഷൻ പോലെയല്ല. നമ്മൾ പലതും കണ്ടിട്ട് സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിൽ കഴിവ് നോക്കി, സാമർഥ്യം നോക്കി ഒക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. നോക്കൂ, മോശയ്ക്ക് വാക്സാമർഥ്യമില്ല, വിക്കനും തടിച്ച നാവുള്ളവനുമാണ്. നമ്മളാണ് സെലക്ട് ചെയ്യുമ്പോൾ, ഒരു കമ്പനി ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ സെലക്ട് ചെയ്യത്തില്ല, ക്വാളിഫിക്കേഷൻ നൽകില്ല, ക്വാളിഫൈഡ് ആക്കില്ല. പ്രൈസ് ദി ലോർഡ്. നല്ല ക്വാളിഫിക്കേഷൻ ഉള്ളവരെ തിരഞ്ഞെടുപ്പ്. പക്ഷേ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നിൻ്റെ ശരീരത്തിൻ്റെ ബലഹീനത ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന് നിന്നെ സെലക്ട് ചെയ്യേണ്ടത് നിൻ്റെ ചില ചോദ്യങ്ങൾക്ക് ദേശത്ത് ഉത്തരം പറയേണ്ടതാണ്. നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ പ്രവാചകനായി
ദൈവം ഒരു സഹോദരനെ എഴുന്നേൽപ്പിച്ചു. അത് മോശയാണ്. അനേകർ അവിടെ ഉള്ളപ്പോൾ, അനേക പ്രാഗൽഭ്യമുള്ളവർ ഉള്ളപ്പോൾ, അനേക കഴിവുള്ളവർ ഉള്ളപ്പോൾ, എക്സ്പീരിയൻസുകൾ ഉള്ളവർ ഉള്ളപ്പോൾ, പ്രിയരെ, അതിൻ്റെ നടുവിലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മോശയെ നിന്നെ ദൈവത്തിന് ഉപയോഗിക്കണം. നീ ആരാന്ന് എനിക്ക് ദേശത്തൊന്ന് തെളിയിക്കണം. നിന്റെ മേൽ വെളിപ്പെടേണ്ട അഭിഷേകം എന്തെന്ന് നിന്റെ കൂടെയുള്ളവർ മനസ്സിലാക്കും. കഴിഞ്ഞ മിനിറ്റ് വരെ നിന്നെ പുച്ഛിച്ച് തള്ളിയ പലരും ഭയപ്പെട്ടുകൊണ്ട് മോശയുടെ അടുത്ത് വന്ന് നിന്നതുപോലെ നിന്നെ ഒതുക്കാൻ നോക്കിയ, നിന്റെ പ്രാർത്ഥന ഇല്ലാതാക്കാൻ നോക്കിയ, നീ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നോക്കിയ പലരും ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥന കൊതിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ അടുക്കലേക്ക് നടത്തിക്കൊണ്ടുവരാൻ ദൈവത്തിന് ഒറ്റ ദിവസം മതി കേട്ടോ. ഹല്ലേലൂയ. ജനം പിറുപിറുത്തപ്പോഴൊക്കെ മോശയെ ദൈവം ഉപയോഗിക്കുക മരുഭൂമിയിൽ. നോക്കൂ, കോരഹ്, ദാഥാൻ, അബീരാം മോശയ്ക്കും അഹരോനും വിരോധമായി പാളയത്തിൽ നിന്ന് എഴുന്നേറ്റ് പടയുണ്ടാക്കിയില്ലേ? പക്ഷേ മോശേ, നിന്നെ തിരഞ്ഞെടുത്ത് ഞാനാണെന്ന് എനിക്കൊന്ന് കാണിക്കണം. അടുത്ത നിമിഷം ഭൂമി വായ് വിളർന്ന് കോരഹിനെയും ദാതാവിനെയും അബീരാമിനെയും അവരുടെ കൂട്ടങ്ങളെയും വിഴുങ്ങിക്കളഞ്ഞെങ്കിൽ മോശയെ, നിന്റെ മേലുള്ള തിരഞ്ഞെടുപ്പ് ജനത്തിനൊരടയാളമാകുമെന്ന് പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയാൻ നിയോഗമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ആരും മാറ്റി നിർത്തട്ടെ. നിങ്ങളെ ആരും ചോദ്യം ചെയ്തിട്ട് ഭയപ്പെടരുത്, ഭാരപ്പെടരുത്. പ്രാർത്ഥിക്കുന്നവനാരാണെന്ന് ദൈവം വെളിപ്പെടുത്തിക്കോളും. പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തും. നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ അനോയിന്റിങ് ദൈവം വെളിപ്പെടുത്തിക്കൊള്ളും. കഴിഞ്ഞ മിനിറ്റ് വരെ നിന്റെ പ്രാർത്ഥനയെ ഒതുക്കാൻ നോക്കിയവർ, അതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ നോക്കിയവർ തന്നെ പ്രാർത്ഥിക്കണമെന്ന് പറയത്തക്ക രീതിയിൽ ദൈവാത്മാവ് ചില അടയാളങ്ങൾ നൽകാൻ പോകുന്നു. മടുത്തു പോകരുത്, നിങ്ങൾ സംശയിക്കരുത്, ചഞ്ചലപ്പെടരുത്. വിളിച്ചവൻ വിശ്വസ്തനാണ്. കാരണം ഒരു നൈലിന് വിട്ടുകൊടുക്കാതെ മോശയെ ദൈവം സൂക്ഷിച്ചത് ഒരു സമൂഹത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. ദുഷ്ടശക്തികൾ നിന്നെ ഒതുക്കാൻ നോക്കിയപ്പോൾ വിട്ടുകൊടുക്കാൻ എന്തിനാണെന്നറിയാമോ? നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപ ദേശത്തൊന്ന് വെളിപ്പെടുത്തേണ്ടതിനാണെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അങ്ങനെയുള്ളവർ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുക, നിങ്ങളുടെ തലമുറകളുടെ മേൽ വ്യാപരിക്കുക, നിങ്ങളുടെ മിനിസ്ട്രിയിൽ വ്യാപരിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ സംഭവിക്കുക. യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മോശയിലൂടെ അങ്ങ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ, വീര്യങ്ങൾ, അടയാളങ്ങൾ അത് ദേശത്ത് ദൈവം ഒരു ഉത്തരമാക്കി മാറ്റിയെങ്കിൽ, കർത്താവെ, മോശയെ ചോദ്യം ചെയ്ത 2 or 3 പേരായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണെ മോശയെ ന്യായകർത്താവും അധികാരിയുമാക്കി മാറ്റി സഹോദരന്മാരിൽ ഒരുത്തനായി ദൈവം ഉപയോഗിക്കാൻ ഇടയായത് ശക്തനായൊരു പ്രവാചകനായി അഭിമുഖമായി മോശയോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ അനോയിന്റിങ്ങായി അത് വെളിപ്പെട്ടു വന്നെങ്കിൽ ഇന്ന് പകലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ദൈവപ്രവർത്തി ചോദ്യം ചെയ്തവരുടെ മുമ്പാകെ, പുച്ഛിച്ചവരുടെ മുമ്പാകെ, മാറ്റി നിർത്തിയവരുടെ മുമ്പാകെ ജീവനുള്ള ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന്, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആത്മാവിൻ്റെ ശക്തിയുണ്ടെന്ന് ചിലയിടത്തങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ, ഉദാഹരണം വെളിപ്പെടുത്തണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ബലത്തോടെ നമുക്ക് പറയാം, ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. അവിടുന്ന് ചിലത് തെളിയിക്കാൻ പോകുന്നു. നമ്മുടെ വിശ്വാസവും നമ്മുടെ വിശുദ്ധിയും നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയും ദൈവം ദേശത്തും ചോദ്യം ചെയ്യുന്നവർ മുമ്പാകെയും അത് വെളിപ്പെടുത്തുന്ന സമയമാണ്. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളിൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസംഗിക്കുന്നു.